ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു തൃശ്ശൂർ സ്റ്റൈൽ കായ ബീഫ് കറിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കിലോ ബീഫ്, 1/2 കിലോ കായ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള, തക്കാളി, ഹോൾ സ്പൈസസ്. നമുക്കൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ശേഷം അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ: അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മുമ്പേ ചതച്ച് വെച്ചിരിക്കുന്ന അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി, അല്പം സവോള, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം അതൊന്ന് വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന 1 കപ്പ് വെള്ളമാണ്. നന്നായി ഒന്ന് ഇളക്കി $4 to 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് മൂടി അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. സെയിം ടൈം നമുക്ക് കായ ഒരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ എടുത്തതിൽ അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം സവോള ആഡ് ചെയ്യാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വാടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്നത് വരെ. ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളി ഒന്ന് വേവാനായിട്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി ഇപ്പം മസാലയുമായി നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്.
ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മസാലയുമായിട്ടൊന്ന് യോജിപ്പിക്കുക. ശേഷം മൂടി അടച്ച് 2-3 മിനിറ്റ് നമുക്ക് തിള വരാൻ വേണ്ടി വരുന്നു വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കായും ബീഫും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. തൃശ്ശൂർ ഭാഗത്തെ ഒരു ഫേമസ് കറി തന്നെയാണിത്, കായ ബീഫ് ഉലർത്ത്. കറി ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഉപയോഗിക്കാം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു.